പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. 8 ജീവനക്കാരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. മോഷണ ശ്രമമാണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ല എന്നതുകൂടിയാണ്. ഇപ്പോൾ ഈ ജീവനക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുറത്തു വന്ന തട്ടിപ്പ് മാത്രമാണ്. ഒരുപക്ഷെ ശ്രീ സൂചിപ്പിച്ച പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമാകാൻ ഇടയില്ല. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്ത. 13 പവൻ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അമ്പലമാണ്, ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ സാധാരണക്കാർക്ക് കടന്നു പോകാൻ കഴിയില്ല. സ്ട്രോങ് റൂമിലാണ് ഈ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, താഴെക്കുളത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും ചില നിർമ്മാണ പണികൾ നടക്കുന്നുണ്ട്, അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അവിടെ അതിനുവേണ്ടി സ്ട്രോങ് റൂം തുറന്ന് സ്വർണം മാറ്റിയിട്ടുണ്ട്. ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പണിക്ക് എത്തുന്ന ആളുകൾക്കോ മാത്രമാകും അവിടേക്ക് പ്രവേശനം. അവിടെ ഈ സ്ട്രോങ് റൂമിൽ CCTV ഇല്ല. കൊണ്ടുപോകുന്ന വഴികളിലും പലയിടത്തും CCTV ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഈ സ്വർണം കണ്ടെടുത്തു എന്നത് കൂടിയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സ്വർണ്ണപ്പണിക്ക് തുണിസഞ്ചികളിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്ക് ഇത് താഴെ വീണ് പോകാം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായതിനെ പോലീസ് കാണുന്നുണ്ട്. പക്ഷേ ഈ കൊണ്ടുപോയ തുണിയിൽ നിന്ന് ഈ ഇത്രയും വലിപ്പമുള്ള സ്വർണ്ണ തകിട് അല്ലെങ്കിൽ ദണ്ട് താഴെ വീണ് പോകാൻ ഇടയില്ലെന്നും പോലീസ് തന്നെ പറയുന്നു. 30 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു ദണ്ടാണത്, കമ്പിയാണത്. അത് അങ്ങനെ താഴെ വീണ് പോകാനുള്ള ഹോൾ ഈ സഞ്ചിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ നീളം വരും. അനന്തശയന വിഗ്രഹത്തിന് മുന്നിൽ ശിരസ്, ഉടൽ, പാദം എന്നിവ ആ ഭാഗത്ത് 3 വാതിലുകളാണുള്ളത്. ഇവിടെ അതിൽ ഒരു വാതിൽ ചെറിയ കേട് വന്നു. അതിന് സ്വർണം പൂശുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ സ്വർണം എടുക്കുന്നു, തിരികെ വയ്ക്കുന്നു. ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ചുമതല പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്നാണ് ചട്ടം. ഈ CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നഷ്ടമായെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുറത്തുനിന്നും ആരും അവിടെ ദർശനത്തിന് സാധാരണക്കാരായ ഭക്തരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളന്മാരോ കയറി കൊണ്ടുപോയതല്ല. കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഈ സ്വർണം അവിടെ നഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ ഈ സുരക്ഷാ ചുമതലയുള്ള ജീവനക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്ര ജീവനക്കാർ, അതുമല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്ക് വന്ന ആളുകൾ. ഇതിൽ ആരോ ചെയ്ത തട്ടിപ്പാണ്. അത്ര എളുപ്പമല്ല സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ. പുറത്ത് വലിയ സംവിധാനങ്ങളുണ്ട്. ഒരുപക്ഷെ സാധാരണഗതിയിൽ എല്ലാവരെയും ജീവനക്കാരെ അടക്കം പരിശോധിച്ച് മാത്രമേ, അതായത് ദേഹപരിശോധന അടക്കം നടത്തി മാത്രമേ അകത്തേക്ക് കടത്തിവിടാനും പുറത്തേക്ക് പോകാനും അനുവദിക്കാവൂ എന്നാണ് നിയമം. ചിലപ്പോഴൊക്കെ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള മുൻകാലങ്ങളിൽ ചില വാർത്തകളിലൂടെ നമ്മളത് അറിഞ്ഞതാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഏജൻസികൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും കള്ളൻ കപ്പലിൽ തന്നെയാണ്. ആ കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.